പറയൂ ഷബീർ, ഈ ചിത്രത്തിന്റെ ജാനകിയിലെ പ്രശ്നം എന്താണെന്നറിയാമോ? സെൻസർ ബോർഡിന്റെ അനാവശ്യ ഇടപെടൽ അത് സിനിമാ പ്രവർത്തകർക്കിടയിൽ വലിയ ചർച്ചയും വലിയ പ്രതിഷേധവും ഒക്കെ പലപ്പോഴായി മുൻപും പല സിനിമകളുടെ പേരിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല അതിലൊക്കെ എന്തെങ്കിലും ഒരു പോളിസി വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ സെൻസർ ബോർഡ് പറയുന്ന സമയത്ത് ക്ലിയർ ചെയ്യുന്ന കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ സിനിമയിൽ ജാനകി ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന സിനിമയിൽ പ്രത്യേകിച്ച് എസ് കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു എം പി തന്നെ അഭിനയിക്കുന്ന സുരേഷ് ഗോപി തന്നെ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല അതിൽ ഒരൊറ്റ കാര്യത്തിൽ ഉടക്കി നിൽക്കുന്നു എന്നുള്ളതാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരൊരു വിഷമമായിട്ടും അവരുടെ ഒരു പ്രയാസമായിട്ടും ഒക്കെ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. പ്രത്യേകിച്ച് ആ സിനിമയുടെ പേര് ജാനകി ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയപ്പെടുന്ന സിനിമയിലെ ജാനകി എന്ന പേര് അത് മാറ്റണം. അതിനപ്പുറത്തേക്ക് ആ കഥാപാത്രത്തിന്റെ പേരും സമാനമാണ്. ആ പേരും മാറ്റി സിനിമ വീണ്ടും സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വിധേയമാക്കണമെന്നുള്ളതാണ് സെൻസർ ബോർഡ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ ഈ സിനിമയുടെ തിരക്കഥാകൃത്തും അതേപോലെ തന്നെ സംവിധായകനടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, ആ പേര് മാറ്റി എങ്ങനെ പിന്നീട് അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകും? പ്രത്യേകിച്ച് വളരെ സീരിയസ് സ്വഭാവത്തിൽ വരുന്ന ഒരു കോർട്ട് റൂം ത്രില്ലർ, ഒരു പക്ഷേ അതും ഒരു കോർട്ട് റൂം ത്രില്ലർ കൂടി ഒരുപക്ഷെ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് മലയാള സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു സിനിമ കൂടി വരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ടായിരിക്കെ എന്തിനാണ് അനാവശ്യമായ പിടിവാശി എന്നുള്ളതാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ചോദ്യം. മാത്രവുമല്ല നമുക്കറിയാം ഈ സിനിമയുടെ പ്രത്യേകത, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രത്യേകതകൾ, പ്രത്യേകിച്ച് ആ സിനിമയുടെ ജോണറിന്റെ പ്രത്യേകത, അതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി ഒരു വക്കീൽ വേഷത്തിലേക്ക് എത്തുന്നു ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം എന്നുള്ള പ്രത്യേകത, അതൊരു കോർട്ട് റൂം ത്രില്ലർ പ്ലസ് ഫാമിലി എന്റർടൈനർ ആണ് എന്നുള്ളൊരു പ്രത്യേകത വരുന്നുണ്ട്. മാത്രവുമല്ല സുരേഷ് ഗോപിയുടെ മകൻ അഭിനയിക്കുന്നുള്ള പ്രത്യേകത, അനുപമ പരമേശ്വരൻ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാള സിനിമയിലേക്ക് സജീവമായി വരുന്നു എന്നുള്ളൊരു പ്രത്യേകത. അങ്ങനെ പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള സിനിമാ പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ മുകളിലേക്ക് എന്തിനാണ് ഈ കത്രിക വെട്ട് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നിരിക്കുന്നുണ്ട്. ഈ സിനിമയുടെ സംവിധായകൻ പ്രവീൺ നാരായണന്റെ ഫേസ്ബുക്കിനോട് ഇതിനോടകം തന്നെ വലിയ പ്രതികരണം ഉണ്ടായിരിക്കുന്നുണ്ട്. അനാവശ്യമായി ഇത്തരം വിവാദങ്ങൾ സെൻസർ ബോർഡ് എന്തിനാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി സോഷ്യൽ മീഡിയയിലടക്കം സജീവമായി വരുന്ന കുറച്ച് മണിക്കൂറുകൾ കൂടിയാണ് ഈ കഴിഞ്ഞു പോകുന്നത്. അല്പസമയം മുൻപാണ് ഈ വിഷയത്തിൽ സെൻസർ ബോർഡ് അവരുടെ നിലപാട് കടുപ്പിക്കുന്നതും അതേസമയം ഈ നിർമ്മാതാക്കൾ അങ്ങനെ ഒരു പേരിന്റെ പുറത്ത് ഈ സിനിമയെ ഇങ്ങനെ ദ്രോഹിക്കരുത് എന്നുള്ള നിലപാട് അവർ പറയുകയും ചെയ്യുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സെൻസർ ബോർഡിന്റെ തുടർ നിലപാട് നിർണായകമാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന 27-ാം തീയതി റിലീസിനിറങ്ങേണ്ട ചിത്രം സെൻസർ ബോർഡിന്റെ കത്രിക പൂട്ട് വീണത് കാരണം റിലീസ് ചെയ്യുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സുരേഷ് ഗോപി നായകനായ ചിത്രമാണിത്. മാത്രമല്ല ഈ ചിത്രത്തിൽ സെൻസർ ബോർഡിന്റെ കത്രിക വന്നത് സുരേഷ് ഗോപി അസംതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.